അപ്പൊ നമ്മുടെ കേക്കിന്റെ വിധി എഴുതൽ ഉണങ്ങിയിട്ട് ഇപ്പൊ 2 ദിവസമായി. അപ്പൊ നമുക്ക് നിർത്തിയോർത്ത് അങ്ങോട്ട് തുടങ്ങിയാലോ. ആ വലിയ പൂവുള്ള കേക്കിനെ നിങ്ങൾ കഴിഞ്ഞ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. അയ്യോ, അത് പറയാൻ മറന്നുപോയില്ല. ഹേയ് ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടോക്കസ്ട്രീ. അപ്പൊ നമുക്ക് അഗൈൻ ബാക്ക് ടു ദ പോയിന്റ്. നിങ്ങൾ ആ വലിയ പൂവിനെ കണ്ടിട്ടുണ്ടാവില്ലേ കഴിഞ്ഞ വ്ലോഗില്? അത് നമ്മുടെ മനസ്സിന് അത്ര അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ പിന്നെയും മാറ്റി. പല പല വിധികളിലൂടെയാണല്ലോ ഈ കേക്ക് മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ മുന്നത്തെ 2 വീഡിയോ കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ലോങ് വീഡിയോ കണ്ടിട്ടുണ്ടാവണം. ഇതല്ലെങ്കിൽ കാര്യമില്ല. എന്തായാലും ഇവിടെ നമ്മൾ ഇതിന്റെ 3ാമത്തെ ഡിസൈൻ കാണിച്ചു തരാണ്. ഒരു കേക്കിൽ തന്നെയുള്ള 3ാമത്തെ ഡിസൈൻ. ഇത് അവസാനത്തെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. കാര്യം അവസാനത്തെ അല്ല. എനിവേ, കേക്ക് എങ്ങനെയുണ്ട് റെഡ് റോസ് വെച്ചിട്ട്? ആ യെല്ലോ റെഡ് കോംബോ നല്ലതാണല്ലേ. എന്നാ അപ്പ എന്റെ മനസ്സിന് അത്ര കണ്ട് പിടിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ആ റോസാ പുഷ്പങ്ങളെ അങ്ങോട്ട് പറിച്ചെടുത്ത്. എഗെയിൻ, ഇതെന്ത് പരിപാടിക്കുള്ള കേക്കാണെന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ആ പ്രോഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തായാലും ഈ കേക്കിന് ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഇതിപ്പോ കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാവണ പോലെ ആയിപ്പോയില്ലേ. കേക്കിന് മാറ്റിയും മറിച്ചും ചെയ്ത് ആ കേക്കിന്റെ സൈഡിലെ ഫിനിഷിംഗ് ഒക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു അതിനെ അങ്ങോട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാന്ന്. ഇതിനു മുമ്പ് ഈ മോഡല് ചെയ്തിട്ടില്ലാത്തോണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിവേ, ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്തു. അപ്പൊ എങ്ങനെയാ, അടുത്ത വ്ലോഗിൽ കാണാം.